എന്തൊരു മധുരമായാണ് പ്രിയങ്ക വയനാടിനെ ചേർത്ത് പിടിച്ചത്. പ്രിയങ്ക ഒരു രാഷ്ട്രീയക്കാരിക്കപ്പുറം ഒരു അമ്മയാണ്. തന്റെ മകനെ കുറിച്ച് പ്രിയങ്ക വയനാട്ടിൽ പറഞ്ഞത് കേൾക്കുക. എന്റെ സഹോദരിമാരെ ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായിരുന്നു എന്റെ മോനെ കൊണ്ട് ബോർഡിംഗ് സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞത്. I think for 4 days I didn't even get out of my room. I just cried. But I knew it was good for him. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു ഞാനത് ചെയ്തത് എന്റെ മകനൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. ഇതുപോലെയാണ് ഞാൻ എന്റെ വയനാടിനെ ചേർത്ത് പിടിക്കുന്നതെന്ന് പ്രിയങ്ക പിന്നീട് പറഞ്ഞു. അവരെന്താ പറഞ്ഞെന്നറിയോ മിസ്സസ് ഭദ്ര, നിങ്ങളെ പോലെയുള്ള വലിയ വലിയ വീടുകളിൽ നിന്ന് ആളുകൾ വന്ന് ഇങ്ങനെ പിള്ളേരെ ഇവിടെ കൊണ്ട് ചേർത്തിട്ട് പോകും. ഒരു ടേം കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ അവർ വന്നൊന്ന് തിരിഞ്ഞൊന്ന് നോക്കുകൂടിയില്ല പിള്ളേരെ. By the time the 4 terms were over and my son had been in school for 4 months, again the principal called me. നിങ്ങൾക്കറിയോ, ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് 4 മാസം കഴിഞ്ഞ് മോനെ തിരിച്ചു കൊണ്ടുവരാൻ വരുന്ന സമയമായപ്പോൾ വീണ്ടും ആ പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് സംസാരിച്ചു. So I thought, now what is the problem? അപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പൊ എന്താ പ്രശ്നം, ഇപ്പൊ എന്തിനാ അവരെന്നെ വിളിക്കുന്നത്? And he said, Mrs. Vadra, please stop coming so much. Whoever is telling you that you're not going to see me, you are going to be like the principal of the school and you'll say, please, enough now, go and stay in Delhi for a little while. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കുറെ പേര് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കാണില്ല, ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പലിന്റെ കൂടെ നിങ്ങൾ എന്നോട് പറയുമ്പോൾ ദയവേത് ഇത്ര പ്രാവശ്യം വയനാട്ടിലോട്ട് വരല്ലേ, നിങ്ങൾ കുറച്ച് ദിവസം ഡൽഹി പോയി നിൽക്കുന്നത് നിങ്ങൾ ഇനി എന്നോട് പറയാൻ പോവാണ്. And nobody understands responsibility, duty and sacrifice as well as women do. സ്ത്രീകൾക്ക് മനസ്സിലാകുന്നത് പോലെ മറ്റാർക്കും ഉത്തരവാദിത്തം എന്താണ്, കടമ എന്താണ്, ത്യാഗം എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവില്ല. That's why we are stronger than all the men, huh? അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാ പുരുഷന്മാരെക്കാളും ശക്തരായിട്ടുള്ളത്. അതുകൊണ്ടാണ്. So I understand. When you welcome me into your home like a daughter, like a sister, like a mother, I understand what your love means. എനിക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മകളെ പോലെ, ഒരു സഹോദരിയെ പോലെ നിങ്ങൾ എന്നെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. For me, each one of you is a duty, a responsibility, a strong bond of affection and love. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ്. സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നെനിക്ക്. And I hope that you will give me the chance to be part of your happiness, part of your sadness, your troubles, to fight for you and to become your friend.